എല്ലാ മനുഷ്യർക്കും മനസാക്ഷിയുണ്ട്. മനസാക്ഷി എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുവാൻ വിഷമമാണ്. എങ്കിലും നമ്മിൽ മിക്കവരും മനസാക്ഷിയെക്കുറിച്ച് പറയാറുണ്ട്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ജഡ്ജിയാണ് മനസാക്ഷി എന്ന് ചിലർ പറയുന്നു. തെറ്റായ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് ഒരു മുന്നറിയിപ്പ് മനസാക്ഷി നൽകും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തത് ശരിയല്ല എന്ന് നമ്മെ ആക്ഷേപിക്കുന്നതും മനസാക്ഷിയാണ്. വളർന്ന സാഹചര്യങ്ങളും അവിടെ നിന്നും പഠിക്കുന്ന ധാർമ്മികതയുടെയും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സ്വാധീനവുമൊക്കെയാണ് ഒരു വ്യക്തിയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തുന്നത്. ഒരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ മനസാക്ഷിയെയും അത് സ്വാധീനിക്കും. അന്ന് വരെ അയാൾക്കുണ്ടായിരുന്ന ധാർമ്മികതയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വാധീനിക്കും. അയാളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ആത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആത്മാവ് നടത്തുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നാണ്. ഇത് ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും തീരുമാനമാണ്. സ്വയം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായുള്ള ജീവിതം, ഇതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം. ഈ അവസ്ഥയിലും ഓരോരുത്തരുടെയും മനസാക്ഷിയും സജീവമായിരിക്കും. ദൈവത്തിലും തൻ്റെ വചനത്തിലും വിശ്വാസമുള്ളവരായ ഇവർക്ക് നല്ല മനസാക്ഷിയും ഉണ്ടായിരിക്കണം. നല്ല മനസാക്ഷി എന്ന് വെച്ചാൽ മനസാക്ഷി അവരെ കുറ്റം വിധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. ഒരു ക്രിസ്തു വിശ്വാസി തൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമായി പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ നിശ്വസ്തമായ ദൈവവചനവും അനുസരിച്ച് ജീവിച്ചാൽ അയാൾക്ക് നല്ല മനസാക്ഷി ഉണ്ടായിരിക്കും. ദൈവവചനം അനുസരിക്കാതെ ജീവിച്ചാൽ മനസാക്ഷി അവരെ കുറ്റം വിധിക്കും. ഈ കാര്യം പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നത് ശ്രദ്ധിക്കൂ. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. വിശ്വാസം നിലനിൽക്കാൻ, വിശ്വാസക്കപ്പൽ തകർന്നു പോകാതിരിക്കാൻ നല്ല മനസാക്ഷി ആവശ്യമാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.